മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായത്? നമുക്കൊക്കെ ഓർമ്മയുള്ള കാലം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണിത്. എന്നാൽ ഇന്ന് വരെ ആ ചോദ്യത്തിന് ക്ലാരിറ്റിയുള്ള ഒരു ഉത്തരം കണ്ടെത്തി ഉറപ്പിക്കാനായിട്ട് നമ്മളിൽ നല്ലൊരു ശതമാനവും ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഇന്ന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. അപ്പോൾ ലെറ്റ്സ് അൺറാവൽ. മുട്ടയെ ഒരു പാട പോലുള്ള ആവരണത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു പാത്രത്തിനോട് നമുക്ക് ഉപമിക്കാം. ഭ്രൂണത്തിന് സ്വയം വളരാൻ പ്രാപ്തിയാകുന്നതുവരെ അതിനെ സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ധർമ്മം. പക്ഷേ ഇന്ന് നമുക്ക് പരിചിതമായ രീതിയിലുള്ള മുട്ടകളാണോ മുൻപ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ആദ്യകാലങ്ങളിൽ ജീവികളെല്ലാം തന്നെ പ്രത്യുൽപാദനത്തിന് ജലത്തെയാണ് ആശ്രയിച്ചിരുന്നത്. മുട്ട പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ ഒരു ഈർപ്പം നിലനിർത്താനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. അത്തരം ജീവികളെ ടെട്രാപോഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് 4 കാലും നട്ടലുമുള്ള ജലത്തിൽ മുട്ടയിട്ട് പ്രത്യുൽപാദനം നടത്തിയിരുന്ന ജീവികളാണ് ടെട്രാപോഡ്സ്. എന്നാൽ പയ്യെ ഒരു വിഭാഗം ജീവികൾ കരയിലേക്ക് കയറാൻ തുടങ്ങി. കരയിൽ മുട്ടയിട്ട് പ്രത്യുൽപാദനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അവയുടെ മുട്ടകളും പരിണമിക്കാൻ തുടങ്ങി. അത്തരം ജീവികളെ അമ്നിയോട്സ് എന്ന് വിളിക്കുന്നു. ജലത്തിൽ മുട്ടയിട്ടിരുന്ന ജീവികളെ അപേക്ഷിച്ച് ഇങ്ങനെ കരയിലേക്ക് വന്ന് മുട്ടയിട്ടിരുന്ന ജീവികളുടെ മുട്ടയിൽ അധികമായി 3 ആവരണങ്ങൾ കൂടി ഉണ്ടായി വന്നു. കോറിയോൺ, അമ്നിയോൺ, അലാന്റോയിസ് എന്നാണ് ഈ 3 ആവരണങ്ങൾ അറിയപ്പെടുന്നത്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. അതായത് അകത്തെ ഭ്രൂണത്തിന് ഫുൾ ആവശ്യമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അകത്ത് സംഭരിച്ചിരുന്നു. അധികമായി വരുന്ന വേസ്റ്റ് സംഭരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്തിനു വരെ പറയുന്നു, പുറത്തെ സഹായമില്ലാതെ ശ്വാസോച്ഛ്വാസം നടത്താനുള്ള സംവിധാനം വരെ ഈ ഒരു പുതിയ മുട്ടയിൽ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാകണമെങ്കിൽ ഒരു മുട്ട എടുത്ത് കുറേ നേരം വെള്ളത്തിലിട്ടൊന്ന് നിരീക്ഷിച്ചാൽ അതിൽ നിന്ന് ചെറിയ കുമിളകൾ വരുന്നത് കാണാൻ കഴിയും. അത് വായുവിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നതാണ്. ഇത് കൂടാതെ അമ്നിയോണിലെ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ കട്ടിയുള്ള പുറന്തോടും അകത്തെ ഭ്രൂണത്തിന് നല്ലൊരു സംരക്ഷണം നൽകിയിരുന്നു. ജന്തുലോകത്തിന്റെ പരിണാമ പ്രക്രിയയിലെ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അമ്നിയോട്ട് മുട്ടകൾ എന്ന് പറയുന്നത്. ഈ മുട്ടകളുടെ മെംബ്രെയിനുകൾ അങ്ങനെ അധികം ഫോസിലുകളൊന്നും നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ഇത് ഏതൊരു കാലഘട്ടത്തിലാണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏറ്റവും സാധ്യതയുള്ള ഗസ് എന്ന് പറയുന്നത് ഈ അമ്നിയോട്സിനും ടെട്രാപോഡ്സിനും കൂടി അവസാനത്തെ പൊതുപൂർവികർ ഉണ്ടായിരുന്നത് ഏതാണ്ട് 340 മില്യൺ വർഷങ്ങൾക്കും 380 മില്യൺ വർഷങ്ങൾക്കും ഇടയിലാണ്. ഇന്ന് കാണുന്ന പ്രസവിച്ചു മുലയൂട്ടുന്ന സസ്തിനികളും ഉരകങ്ങളും പക്ഷികളും എല്ലാം തന്നെ ഈ ആദ്യത്തെ അമ്നിയോട്സിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ്. അങ്ങനെ ഉണ്ടായ ഈ പക്ഷികൾക്ക് പലതരത്തിലുള്ള പരിണാമങ്ങളും മ്യൂട്ടേഷൻസ് അഥവാ ഉൾപരിവർത്തനങ്ങളും ഉണ്ടായാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പക്ഷികളെല്ലാം തന്നെ ഉണ്ടായത്. അത്തരത്തിൽ പരിണമിച്ചുണ്ടായ ഒരു പക്ഷിയായ റെഡ് ജംഗിൾ ഫൗളിന് ഉൾപരിവർത്തനം ഉണ്ടായാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കോഴികൾ ഉണ്ടായത്. അതായത് നമ്മുടെ ഈ കോഴികളുടെ ഏറ്റവും അടുത്ത പൂർവികർ എന്ന് പറയുന്നത് ഈ ജംഗിൾ ഫൗളുകളാണ്. ജംഗിൾ ഫൗളുകളുടെയും കോഴികളുടെയും DNA പഠനത്തിലൂടെ ഇത് ഏകദേശം ഒരു 58,000 വർഷം മുമ്പാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് കോഴികൾ ഉണ്ടാകുന്നതിനും ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുട്ടകൾ ഉണ്ടായെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാണ്. മുട്ടയാണ് ആദ്യം ഉണ്ടായത്. ഇനി കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നൊരു ചോദ്യമുണ്ട്. കുറച്ച് ശാസ്ത്രജ്ഞർ നമ്മുടെ കോഴിമുട്ടയുടെ തോടിനെ പറ്റി പഠനം നടത്തുകയുണ്ടായി. മുട്ടയുടെ തോട് പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. ഈ തോടുകളുടെ നിർമ്മാണത്തിനായിട്ട് കോഴികൾ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി. ഓവോക്ലെഡിൻ 17 അഥവാ OC17 എന്നറിയപ്പെടുന്ന ഈ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് കോഴികൾ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് തോട് നിർമ്മിക്കുന്നതെന്ന് അവർ കണ്ടെത്തി. മാത്രമല്ല ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴികളുടെ അണ്ഡാശയത്തിൽ മാത്രം കാണുന്ന ഒന്നാണെന്നും അവർ കണ്ടെത്തുകയുണ്ടായി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ OC17 എന്ന പ്രോട്ടീൻ ഇല്ലാതെ കോഴികൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മുട്ടകൾ ഇടാൻ കഴിയില്ല എന്ന് അതിൽ നിന്ന് അവർ കണ്ടെത്തി. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോഴിമുട്ടയേക്കാൾ മുന്നേ കോഴിയാണ് ഉണ്ടായതെന്ന് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് കൂടാതെ ഈ പറഞ്ഞ OC17 എന്ന പ്രോട്ടീനാണ് ഈ വളർത്തു കോഴികളിൽ മുട്ടത്തോട് ഇത്രയും വേഗത്തിലാവാൻ കാരണം. അതുകൊണ്ട് മാത്രമാണ് ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും അവർ ഓരോ മുട്ടയിടുന്നതും നമ്മൾ ഒരു ഉളുപ്പുമില്ലാതെ അതെടുത്ത് കഴിക്കുന്നത്.